ഹലോ ഗായ്സ്, വെൽക്കം ടു RR വേൾഡ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വിഷു മാട്ടുച്ചന്തയുടെ ഒരു വീഡിയോ ആണ്. ഞങ്ങളുടെ ഇവിടെ ചേന്നമംഗലത്ത് എല്ലാ വിഷുവിനും ഉണ്ടാകുന്ന ഒരു വിഷു മാട്ടുച്ചന്തയുടെ വീഡിയോ ആണ്. മാട്ടുച്ചന്തയുടെ അല്ല, അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളുടെ വീഡിയോ കേട്ടോ. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാനിടാം. ഇത് ഒരു നൊസ്റ്റാളജി അടിച്ചിട്ട് അമ്മ മേടിച്ച സാധനമാണ്. അമ്മയുടെ കുഞ്ഞിനാളിൽ അമ്മ ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും ഇത് കാണാറുണ്ട്. അമ്മ ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിക്കാറുണ്ട്. അപ്പോൾ ഇനി അതും അവിടെ മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ്, ഇത് ഒരു ഫേക്ക് നോട്ട് ആണ്. ഇത് എൻ്റെ അനിയനെ കണ്ടപ്പോൾ വേണം എന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. നമ്മളിപ്പോൾ കിച്ചൺ സെറ്റും പിന്നെ വല്ല റെസ്റ്റോറൻറ്റ്സൊക്കെ നടത്തി കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കളിക്കാം. ഞാനിത് സെൽഫി വീഡിയോ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നോട്ട് കാണിക്കുന്നതൊക്കെ തലയിടിഞ്ഞാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് ഒന്ന് ക്ഷമിക്കണം, സോറി. 10 രൂപയുടെ നോട്ട്, 20 രൂപയുടെ നോട്ട്, 5, 1 രൂപ, അങ്ങനെ കുറേ നോട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് നൈസ്. എനിക്കുണ്ടായിരുന്നു പണ്ട് കുഞ്ഞി ഫേക്ക് നോട്ട്സ്. അത് ഇത്രയും വലുതൊന്നുമല്ല, കുഞ്ഞിത്, തീരെ കുഞ്ഞിത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ അവൻ ജനിച്ച് കഴിഞ്ഞപ്പോൾ അത് എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇതിനെ അവിടെ മാറ്റി വയ്ക്കാം. നെക്സ്റ്റ്, ഇറ്റ്സ് എ യൂസ്ഫുൾ തിങ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്തൊരു സ്പോഞ്ച്, അതായത് സ്ക്രബ്ബർ ഉണ്ട്. പാത്രം കഴുകാൻ യൂസ് ചെയ്യാം. ഫോർ ക്ലീനിങ് ദ വെസൽസ് വി ക്യാൻ യൂസ് ദിസ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ വിമ്മോ എന്താണെന്ന് വെച്ചാൽ ഫിൽ ചെയ്യുക. എന്നിട്ട് അത് അടയ്ക്കണം. എന്നിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ബോട്ടിലൊക്കെ പ്രസ് ചെയ്യുന്ന പോലെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ലിക്വിഡ് വരും. നമ്മൾ ആ സ്ക്രബ്ബറിലെടുത്തതിന് ശേഷം വെസൽസ് ക്ലീൻ ചെയ്യാം. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇത് നമുക്ക് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ്, ഇത്തവണ കുറച്ച് സാധനങ്ങളോട്ടോ മേടിച്ചത്. കഴിഞ്ഞ തവണയും ഇത് കുറച്ച് മേടിച്ചുള്ളൂ. കാര്യം കഴിഞ്ഞ തവണ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ മാക്സിമം കുറവാണ്. ഇതിനൊക്കെ 100 രൂപ ഉള്ളൂ കേട്ടോ. ഈ 3 മുറത്തിന് 100 രൂപയുള്ളൂ. പിന്നെ നേരത്തെ കാണിച്ച ആ ഹാൻഡ് വാഷിൻ്റെ മറ്റേ വെസൽ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനും 100 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. പിന്നെ നെക്സ്റ്റ്, ഐ തിങ്ക് ദിസ് ഈസ് എ ബുദ്ധയുടെ ഒരു ക്ലേ വെച്ചുണ്ടാക്കിയ സംഭവം. ഞങ്ങളൊക്കെ തന്നെ പോയി മേടിച്ചത്, ബട്ട് ഓർക്കുന്നില്ല. ഞങ്ങൾ വീട്ടിലൊന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അവിടെ വെച്ച് മേടിച്ചത്. അപ്പോൾ ഒരു ബുദ്ധ മേടിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലൊരു ഗണപതിനെ ആട്ടയും മേടിച്ചിരുന്നു. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മേടിച്ചിരുന്നു. ഇതിൻ്റെ ഒരു കളക്ഷൻ വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നവരാത്രിക്ക് ഞങ്ങളിങ്ങനെ ഒരു കളക്ഷനൊക്കെ സെറ്റ് ചെയ്ത്, അതായത് ബൊമ്മക്കുല് സെറ്റ് ചെയ്ത് വെക്കും. അതിനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ അതുമാത്രമല്ല, വിഷുവേക്കല്ലേ വരുന്നേ, ഒരു കൃഷ്ണനെയും കൂടി മേടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു കൃഷ്ണനെ മേടിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല വെറൈറ്റി ടൈപ്സ് ഓഫ് കൃഷ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഇതാണ് നല്ലതെന്ന് വെച്ച് ഞങ്ങൾ മേടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ടൈപ്പ് ഓഫ് കൃഷ്ണൻ, ഫുൾ ബ്ലൂ ആയിട്ടുള്ളതുണ്ട്, കൂടുതൽ കളർഫുൾ ആയിട്ടുള്ളതൊന്നും അല്ലാത്തത് ഫുൾ ബ്ലൂ ആയിട്ടുള്ളതുണ്ട്. ബട്ട് ഞങ്ങളിതാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ, ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യണം. പിന്നെ ഒരു ക്രാബ് മേടിച്ചു, നെയിൽ പോളിഷ് മേടിച്ചു, പിന്നെ ഒരു ഈവിളായി ഒക്കെ ഉള്ളൊരു ബാൻഡ് മേടിച്ചു കേട്ടോ. അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. നെക്സ്റ്റ്, ഇത് മെയിൻ സാധനം. മിക്ക വിഷു മാറ്റച്ചന്തയിലും ഞാൻ മേടിക്കുന്നൊരു സാധനമാണ്. ഞാനല്ല, എൻ്റെ അമ്മൂമ്മയ്ക്ക് ഈ കൃഷി ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ 10 ചട്ടികൾ ഞങ്ങൾ മൺചട്ടിന്ന് 10 ചെടിച്ചട്ടികൾ മേടിച്ചു. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? 10 ചെടിച്ചട്ടികൾ മേടിച്ചു കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ, അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.